ഹായ് ഡെസ്ക് പ്ലാറ്റോ, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ദിനംതോറും റോഡ് ആക്സിഡന്റുകൾ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ അതിന് മുമ്പ് നമ്മുടെ എസ് കെ പ്ലാറ്റോണിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അംഗമാവുക. താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബ് സഹായിക്കുന്നു. സോ ജസ്റ്റ് ഡു ഇറ്റ്. ആൻഡ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത്, അതായത് പാലക്കാട് ജില്ലയിൽ പനയമ്പാടം എന്നൊരു സ്ഥലം, അതായത് കോഴിക്കോട് മണ്ണാർക്കാട് ആ ഹൈവേയിൽ വെച്ചിട്ടാണ് ആക്ച്വലി പനയമ്പാടം എന്നൊരു സ്ഥലത്ത് 4 വിദ്യാർത്ഥികൾ, അവര് കരിമ്പസ് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്, ക്രിസ്മസ് സമയമൊക്കെ ആണല്ലോ, അപ്പോൾ അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ലോറി, മീൻസ് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ആ ഭാഗത്തേക്ക് വരുന്ന ഒരു ലോറി, അതേ സമയത്ത് വേറെ ഓപ്പോസിറ്റ് മണ്ണാർക്കാട് നിന്ന് പാലക്കാടേക്ക് പോകുന്ന മറ്റൊരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ച് ഈ വണ്ടി കുട്ടികളുടെ മുകളിൽ വീണിട്ട് ഒരു 4 കുട്ടികൾ മരണപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു 4 കുട്ടികൾ മരണപ്പെട്ടു. അപ്പൊ അത് മുഖേന തന്നെ അവിടുത്തെ ജനങ്ങളും വളരെ ഷോക്കിലാണ് ഇപ്പോഴും. അവർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനതയും വളരെ ഷോക്കിലാണ് ആ ഒരു കാര്യത്തിൽ. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു നിരവധി അപകടങ്ങളാണ് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അപകടം നടന്നിട്ട്, കുട്ടികളുടെ ആ അപകടം നടന്നിട്ട് ഏകദേശം 2-3 ദിവസങ്ങളായി. എന്നിട്ട് പോലും ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ റോഡ് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ 4 കുട്ടികൾ മരണപ്പെട്ട ദിവസത്തിന്റെ പിറ്റേ ദിവസം, ആ ദിവസം തിരുവല്ലാമല ആ ഭാഗത്ത് ഒരു ബസ് മറിഞ്ഞിട്ട്, പക്ഷെ അതിൽ ആർക്കും തന്നെ അപകടം ഉണ്ടായിട്ടില്ല. 16 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവരെല്ലാം ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തില്. അങ്ങനെ ഒരു അപകടം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് തന്നെ പല സ്ഥലങ്ങളിലൊക്കെയാണ് കേരളത്തിൽ, കോന്നിയില്, പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റു സ്ഥലങ്ങളിൽ ലോറിയിൽ കാർ ഇടിച്ചിട്ട്, ഇങ്ങനെ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അവർ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങൾ പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ സ്കൂൾ, ഇത്തരം ഏരിയകളിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ നമ്മൾ ഡ്രൈവ് പോകുന്ന സമയത്ത് അവിടെ ഹോൺ അടിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് റൂൾസ്. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ഹോൺ അടിക്കാൻ പാടുള്ളതില്ല, കാരണം അവിടെ രോഗികളും മറ്റ് അസ്വസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എഫക്റ്റ് ആവും. അത് ഹോൺ മാത്രമല്ല, അത്തരം പരിസരങ്ങളിൽ മറ്റ് ശബ്ദ മലിനീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ആണ് ആക്ച്വലി നിയമങ്ങൾ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യണം. പിന്നെ ഈ സ്കൂൾ പരിസരത്തൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടെ മിതമായ സ്പീഡിൽ, അതായത് സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഓടിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ സ്പീഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പൊതുവെ സ്കൂൾ കുട്ടികൾ, അവർക്കറിയില്ല ഈ റോഡ് നിയമങ്ങളും മറ്റു കാര്യങ്ങളും, അവർ പഠിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ അതിൽ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അവിടെ അത് കുറച്ചിട്ട്, എന്താ പറയുക, വണ്ടിയുടെ സ്പീഡ് കുറച്ചിട്ട് യാത്ര ചെയ്യാം. അവിടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും കുഞ്ഞുങ്ങളെ അപകടത്തിലാക്കും. അത്തരത്തിലുള്ള ഏരിയയ്ക്ക് ശ്രദ്ധിക്കുക. മാത്രമല്ല, എന്താ പറയുക, ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ആക്സിഡന്റൽ പ്രോൺ അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ, വളവ്, അങ്ങനെയുള്ള ഏരിയയിലൊക്കെ സ്പീഡ് കുറച്ചിട്ട് ഒക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഡ്രൈവേഴ്സ്. പിന്നെ എന്താ പറയുക, ഈ റഫായിട്ടുള്ള റോഡിൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്നുണ്ടൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള സൈനൊക്കെ നമ്മൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള ഏരിയയിൽ നമ്മൾ സ്പീഡ് കുറച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ കുറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇത്തരം ഡ്രൈവേഴ്സ്, അവർക്ക് ചിലപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും, പക്ഷെ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നടപടി എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരും വണ്ടി ഓടിക്കുമ്പോൾ
പലപ്പോഴും അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയാത്തത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോയിട്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ സൊസൈറ്റിയിൽ അപകടങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇത്തരത്തിലുള്ള റോഡ് അപകടങ്ങൾക്ക് ഡ്രൈവർമാർ മീൻസ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മാത്രമാണോ കാരണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയുമല്ല. ഇത്തരത്തിലുള്ള റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അതൊരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റുകാർക്ക് ചില ചുമതലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കൃത്യമായിട്ട് ഈ ചുമതലകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. കാരണം പലപ്പോഴും ഇപ്പോൾ ഈ 4 കുട്ടികൾ മരണപ്പെട്ടത് തന്നെ റോഡിന്റെ സ്ഥിതി വളരെ മോശമായത് കൊണ്ടാണ് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെയൊക്കെ എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ചും അവിടെ മഴ സമയത്ത് ഉണ്ടായ തെന്നൽ മുഖേനയാണ് ആക്ച്വലി മറ്റു വണ്ടിയിൽ ഇടിച്ചിട്ട് മറിഞ്ഞതായിട്ടൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ബസ് അപകടം സംഭവിച്ചു, അതും അപ്രകാരമാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും റോഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കൃത്യമായിട്ടുള്ള പ്ലാനിങ് അല്ലാണ്ടെയാണ്. ചില സ്ഥലങ്ങളിൽ ആപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതിൽ റഫായിട്ടുള്ള ഏരിയ അവിടേക്ക് എന്താ പറയുക മര്യാദയ്ക്ക് റോഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ എന്താ പറയുക കയറ്റം ഇറക്കം മീൻസ് സൈഡിൽ അത്തരത്തിലുള്ള ഏരിയയിലും കൃത്യമായിട്ട് വർക്ക് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ റോഡുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇപ്പൊ നമ്മുടെ അട്ടപ്പാടി പോലുള്ള റോഡുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴും മണ്ണാർക്കാട് ടു ആനക്കട്ടി ഈ റോഡ് വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കുഴിയാണ്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 20 വർഷത്തോളം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവിൽ ഒരു 15 വർഷമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ 15 വർഷമായിട്ടും, അതായത് ഇതിനു മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു, അതിനുശേഷം പിണറായി സർക്കാരും വന്നിട്ടും റോഡ് ഇതുവരെ ആയിട്ടും നന്നാക്കിയിട്ടില്ല എന്നുള്ളത് ആണ് ആക്ച്വലി യാഥാർത്ഥ്യം. അപ്പം അതിന് മുമ്പ് ഒരു 5 വർഷം ഉണ്ട്. അതെനിക്ക് ഏത് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. ബട്ട് ഏകദേശം 20 അതിന് കൂടുതൽ വർഷം ആയിട്ടുണ്ട് നമ്മുടെ അട്ടപ്പാടിയിലെ മെയിൻ റോഡ് നന്നാക്കിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അട്ടപ്പാടിയിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റ് ജനങ്ങളും എന്താ പറയുക നമ്മുടെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഈ റോഡാണ് ആക്ച്വലി മെയിൻ റോഡ്. സോ ഇതിലൂടെയാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നത്. മാത്രമല്ല നമുക്കിവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെ നിന്ന് പലപ്പോഴും പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ ഇങ്ങനെ പല ഭാഗത്തേക്ക് ഈ ആ ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ പലപ്പോഴും നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. ഇത്തരം അവസ്ഥയിലുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പലപ്പോഴും രോഗികളെ കൂടുതൽ വഷളാക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാണ് ഞാൻ ഈ ഒരു നിമിഷം പ്രത്യേകിച്ചും അട്ടപ്പാടിക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആനകട്ടി ടു മണ്ണാർക്കാട് ആ ഭാഗത്തേക്ക് ഓടിക്കുന്ന ഈ ആംബുലൻസ് ഡ്രൈവർമാരെ സമ്മതിക്കണം. അവരാണ് ആക്ച്വലി കൂടുതൽ സ്പീഡിൽ പോകുന്ന ആൾക്കാർ. അതായത് രോഗികളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ടത്ര വേഗതയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അവരാണ് ആക്ച്വലി. ഈ റോഡിന്റെ അവസ്ഥ പലപ്പോഴും അതിനൊരു തടസ്സമാകുന്നു എന്നുള്ള ഒരു കാര്യം ആക്ച്വലി യാഥാർത്ഥ്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ റോഡിൽ കൂടി ഇപ്പൊ നമ്മൾ മണ്ണാർക്കാടിലേക്കോ അല്ലെങ്കിൽ മണ്ണാർക്കാടിൽ നിന്ന് ആനക്കട്ടിക്കോ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂറോളം സമയം മതി എന്നാണ് ശരിക്കും പറഞ്ഞാൽ, ശരിക്കുള്ള നല്ല റോഡ് ഉണ്ടെങ്കിൽ. ബട്ട് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ എടുക്കേണ്ട ഒരു ഗതിയിലാണ് ഉള്ളത് അട്ടപ്പാടി റോഡ്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ റോഡിൽ കൂടി ഒരു നല്ലൊരു വണ്ടി നമ്മൾ മേടിച്ച് ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത രൂപത്തിലാകും. അതാണ് അവസ്ഥ റോഡിന്റെ. പിന്നെ മാത്രമല്ല നമുക്കറിയാം പല സ്ഥലത്തും പല എക്സ്പെൻസ് ആണ്, ഓരോ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. അപ്പോൾ പെട്രോളിന് തന്നെ വില ഓരോ സെക്കൻഡും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ നമ്മൾ ഇപ്പോൾ കാണുന്നത്. പെട്രോളിന് തന്നെ ഒരുപാട് പൈസ ചെലവഴിക്കേണ്ടി വരും, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉള്ള ആൾക്കാർ.
അപ്പോൾ വാഹനങ്ങൾക്ക് വേണ്ടി തന്നെ ഇത്ര തുക ഉപയോഗിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ് വർക്ക് പണി കഴിഞ്ഞിട്ട് അത് പബ്ലിക്കിന് വിട്ടുകൊടുക്കും. പബ്ലിക്കിന് വിട്ടുകൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ റോഡ് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷനാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ബ്രിട്ടീഷുകാർ കെട്ടിയ കോട്ടകൾ പലപ്പോഴും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച പദ്ധതികൾ, സർക്കാർ പദ്ധതികൾ എന്തുകൊണ്ട് ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നശിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കറപ്ഷനാണ്. കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആക്ച്വലി. കാരണം ആരാണോ കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ബന്ധപ്പെട്ട മോണിറ്ററിങ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകിച്ചും ഓവർസിയർമാർ, എഞ്ചിനീയർമാർ, മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട്. അവർ ഇത് കൃത്യമായിട്ട് പരിശോധിക്കുന്നില്ല എന്നുള്ളതിൻ്റെയും കൂടി തെളിവാണ് ആക്ച്വലി ഈ അടുത്ത കാലത്ത് നമ്മുടെ മണ്ണാർക്കാട് പനയമ്പാടം എന്ന സ്ഥലത്ത് വെച്ച് 4 കുട്ടികളുടെ ജീവൻ എടുത്ത ആ അപകടം എന്ന് പറയുന്നത്. കാരണം ഇവിടെയൊക്കെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മിനുസം സംഭവിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ റോഡ് എന്തുകൊണ്ട് മിനുസം ഉണ്ടായി, അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് പരിശോധിക്കപ്പെട്ടില്ല എന്നതും ശരിക്കും പറഞ്ഞാൽ അത് MVD ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പിഴവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഇത്രയും വർഷം മാത്രമാണ് ഇതിന് കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ അത് വീണ്ടും റിന്യൂ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ്. ബന്ധപ്പെട്ട അധികാരികൾ അതിന് നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. ബട്ട് അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാത്രമല്ല, എവ്രി വൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ ഓരോ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളുണ്ടാവും. ഈ ഓഫീസിൽ ഓഫീസർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം. പലപ്പോഴും ഇവർ കൃത്യമായിട്ട് നിർവഹിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്നൽ ഉണ്ടാവും. ട്രാഫിക് തന്നെ എടുക്കുകയാണെങ്കിൽ ട്രാഫിക് സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലുകൾ ഓഫീസർമാർ ഉണ്ടാവണം എന്നൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവണം ഓഫീസർമാർ. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓഫീസർമാർ. പിന്നെ ഇത്തരം ഓഫീസിലെ ഓഫീസർമാർ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കണം. അവർ അറിഞ്ഞാൽ മാത്രമാണ് പബ്ലിക് അത് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല അവർക്ക് ഏൽപ്പിച്ച ചുമതല കൃത്യമായിട്ട് നിർവഹിക്കുമ്പോഴാണ് ആക്ച്വലി പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ കൃത്യമായിട്ട് നടപ്പിലാകുള്ളൂ. അതിന് റോഡ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എവറി ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പലപ്പോഴും ബന്ധപ്പെട്ട ഓഫീസുകളിലെ എന്തൊക്കെ ചുമതലകളുണ്ട്, എന്തൊക്കെ നിയമങ്ങളാണ് അവർക്കുള്ളത്, അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പലപ്പോഴും പല ഓഫീസർമാർക്കും അറിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫീസർമാർ ആദ്യം നിയമങ്ങൾ പഠിക്കണം, ചുമതലകൾ എന്താണെന്ന് അറിയണം, വ്യക്തമായിട്ട് അറിയണം. എന്നാലേ അത് കൃത്യമായിട്ട് നടപ്പിലാകുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല ആസ് എ സിറ്റിസൺ എന്ന നിലയ്ക്ക് പബ്ലിക് എല്ലാവരും തന്നെ, നോട്ട് ഓൺലി ജനങ്ങൾ, ഓഫീസേഴ്സ് ആൻഡ് എല്ലാവരും തന്നെ, പീപ്പിൾസ് റിപ്രസെൻറ്റേറ്റീവ്, പബ്ലിക് സർവൻസ്, എവ്രി വൺ, we should know the rules and regulations because we are living in India. So we have a constitution, we have lots of rules and regulations under constitution. So നമ്മൾ അറിയണം, നമ്മുടെ റൈറ്റ്സ് എന്താണെന്ന് അറിയണം. അത് കൃത്യമായിട്ട് എല്ലാവരും തന്നെ ഫോളോ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ അട്ടപ്പാടിയിൽ ആനകട്ടി മുതൽ മണ്ണാർക്കാട് വരെ ഉള്ള റോഡിന്റെ പ്രശ്നം എന്താണെന്ന്. സോ ഇതിൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ റോഡ് നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ വേറെ എവിടെയൊക്കെയാണ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കൂട്ടായിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ അടുത്ത നമുക്ക് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു.